ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചു സ്പീച്ച് ജേണി. ഈ ഫുൾ മൂൺ നിങ്ങളുടെ ലൈഫിൽ എന്ത് പരിവർത്തനമാണ് കൊണ്ടുവരുന്നത് നോക്കാം നമുക്ക്. ഈ ഒരു ഫുൾ മൂണിൻ്റെ ആ ഒരു ടൈം നിങ്ങൾക്ക് തോന്നും ചില എനർജീസ്, ചില സിറ്റുവേഷൻസ് നിങ്ങളെ വീണ്ടും വീണ്ടും ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ആക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും. അതായത് സ്ഥിതികൾ ഇങ്ങനെ ക്രിയേറ്റ് ആവും. നിങ്ങളുടെ ലക്ഷ്യം എന്താണോ അതിൽ നിന്ന് പോലും വ്യതിചലിക്കുന്ന രീതിയിൽ ഉള്ള സ്ഥിതികളായിരിക്കും നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്. ഇവിടെ ഈ ഒരു ഫുൾ മൂണിൻ്റെ അടുത്ത് എപ്പോഴും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സ്ഥിതികൾ ക്രിയേറ്റ് ആകും. ആ സ്ഥിതികൾ നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് നിങ്ങളെ വ്യതിചലിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. എന്തോ ഒരു ശക്തി അങ്ങനെ നിങ്ങളെ നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും മാറ്റി കൊണ്ടുവരാൻ വേണ്ടി ശ്രമിപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. പക്ഷേ നിങ്ങളുടെ ആ ഒരു വാശി, അതായത് ഒരേ പാറ്റേൺ വീണ്ടും വീണ്ടും അനുഭവിക്കുമ്പോൾ മനുഷ്യന് മനസ്സിലാകുമല്ലോ, ഇല്ല ഞാൻ ഇനി ഇതിനെ വിട്ടുകൊടുക്കത്തില്ല. എൻ്റെ ആ ഒരു എനർജിയെ ഞാൻ എൻ്റെ ലക്ഷ്യത്തിൽ തന്നെ ഫോക്കസ് ചെയ്യും. എത്ര സ്ഥിതികൾ മോശമായാലും കുഴപ്പമില്ല, ഞാൻ എൻ്റെ ഫോക്കസ് ലക്ഷ്യത്തിൽ തന്നെ വയ്ക്കും. അങ്ങനെ നിങ്ങളുടെ ആ ഒരു വാശിയോടുകൂടിയുള്ള മനോഭാവം ഈ ഒരു മോശം സ്ഥിതികളെല്ലാം നിങ്ങൾക്ക് ഫേവറായിട്ട് ആക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഫുൾ മൂണിൻ്റെ അടുത്ത്, അതായത് ഇന്ന് ഫുൾ മൂൺ ആണെങ്കിൽ ഇന്നലെ ഇന്നൊക്കെ നിങ്ങളുടെ ആ ഒരു സ്ഥിതി ഇതേപോലെ ആയെന്ന് കാണും. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, ഞാനൊരു ടാർഗറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്, ആ ഒരു ടാർഗറ്റിൽ ഞാൻ മുന്നോട്ട് പോകും, അതിൽ നിന്ന് വ്യതിചലിക്കാൻ ആരെയും സമ്മതിക്കത്തില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോകും. അപ്പോൾ ഈ ഒരു പോസിറ്റിവിറ്റി നിങ്ങളുടെ ആ ഒരു ചിന്താഗതിയിൽ ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ആരൊക്കെ എന്തൊക്കെ ചെയ്താലും കുഴപ്പമില്ല, ഞാൻ എൻ്റെ ഫോക്കസിൽ നിന്ന് മാറത്തില്ല, അങ്ങനൊരു സ്ഥിതി. പിന്നെ നിങ്ങൾക്ക് തോന്നും നിങ്ങളുടെ ആ ഒരു സ്വഭാവം വളരെ സൗമ്യവും സരളവുമാകുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും. ഇവിടെ എന്ത് മോശം സിറ്റുവേഷൻ ആയാലും ഞാനത് ഹാൻഡിൽ ചെയ്യും എന്നുള്ള ആ ഒരു മനോഭാവം നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കാരണം അത്രമാത്രം ഒരു ധൈര്യം നിങ്ങളുടെ ഉള്ളിൽ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഫുൾ മൂണിന് ആ ഒരു സമയം നിങ്ങൾ നിങ്ങളുടെ ആ ഒരു പവറിൽ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ശക്തിയിൽ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം. എന്ത് മോശം സിറ്റുവേഷൻ ആയാലും അതിനെ മനസ്സിൽ കൊണ്ട് കയറ്റി ഇങ്ങനെ ആവുമോ അങ്ങനെ ആവുമോ, അങ്ങനെ ആ സിറ്റുവേഷനിൽ നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ആവശ്യമില്ലാതെ ഓവർ തിങ്കിങ് ചെയ്യാൻ പാടില്ല. എന്ത് മോശം സിറ്റുവേഷൻ ആയിക്കൊള്ളട്ടെ, എനിക്ക് ഹാൻഡിൽ ചെയ്യുന്നതേ ഉള്ളൂ എന്ന് മാത്രം ചിന്തിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥിതികൾ ക്രിയേറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്, എന്ത് മോശം സ്ഥിതി ആയാലും അതിൽ ആവശ്യമില്ലാതെ ഓവർ തിങ്കിങ് ചെയ്യരുത്. അപ്പോൾ ഈ ഒരു ഫുൾ മൂണിന് ശേഷം നിങ്ങളുടെ ആ ഒരു എനർജി വളരെ പോസിറ്റീവ് ആകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ടാർഗറ്റിൽ നിന്ന് ഇനി ഒരിക്കലും വ്യതിചലിക്കത്തില്ല. മുന്നേ നിങ്ങളുടെ സ്ഥിതി എങ്ങനെയെന്ന് വെച്ചാൽ, നിങ്ങളുടെ ലൈഫിലെ റിമോട്ട് വേറൊരാളുടെ കയ്യിലാണ്. അവർ എന്താണോ പറയുന്നത് അതനുസരിച്ച് വ്യതിചലിക്കുന്ന ഒരു പാവയായിരുന്നു, അവരുടെ കൺട്രോളിലായിരുന്നു നിങ്ങൾ. പക്ഷേ ഇനി അങ്ങോട്ട് നിങ്ങളുടെ കൺട്രോൾ നിങ്ങൾക്ക് തന്നെയായിരിക്കും സ്വന്തം, മറ്റൊരാളുടെ കൺട്രോളിലായിരിക്കത്തില്ല നിങ്ങളുടെ ആ ഒരു എനർജി. ഈ ഒരു പരിവർത്തനം ഒരിക്കലും ഇങ്ങനെ ആയിരിക്കത്തില്ല. അതായത് കുറച്ച് സമയത്തേക്ക് നിങ്ങളുടെ ആ ഒരു എനർജി ഇങ്ങനെയായിരിക്കും, പിന്നെ പഴയതുപോലെ അങ്ങനെ ഒരു പരിവർത്തനമല്ല. അതായത് ലൈഫ് ലോങ് നിങ്ങളുടെ എനർജി ഇങ്ങനെയായിരിക്കും. അതായത് ആരുടെയും കൺട്രോളിൽ നിങ്ങളുടെ എനർജി ഉണ്ടാവത്തില്ല. അത് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. എനിക്ക് ഒരു പരിവർത്തനം കൊണ്ടുവന്നേ പറ്റത്തുള്ളൂ എന്ന് അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഫുൾ മൂണിൻ്റെ ആ ഒരു സമയം നിങ്ങളുടെ നെഗറ്റിവിറ്റിയിൽ നിങ്ങളുടെ പോസിറ്റിവിറ്റിയുടെ ആ ഒരു വിജയം ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഒരു ദിവസം കൊണ്ട് തന്നെ നിങ്ങളുടെ സ്വഭാവത്തിൽ ഒരു വലിയ മാറ്റം നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ എന്തെങ്കിലും മോശം കാര്യം, അതായത് ഹൃദയത്തിൽ വേദന ഉണ്ടാക്കുന്ന കാര്യങ്ങൾ എന്തായിക്കൊള്ളട്ടെ, അതിനെ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യും. അതിനെയൊക്കെ ഹൃദയത്തിൽ വച്ച് വേദന അനുഭവിച്ച് അങ്ങനെ നിങ്ങൾ ചിന്തിക്കുക, ലെറ്റ് ഗോ ചെയ്യും. അതായത് നിങ്ങൾക്ക് തന്നെ തോന്നും, ഞാൻ ഇങ്ങനെ ഓരോ കാര്യങ്ങളും എൻ്റെ ഹൃദയത്തിൽ വച്ച് ഇങ്ങനെ ഞാൻ ചിന്തിക്കുകയാണെങ്കിൽ പിന്നെ ഞാൻ എൻ്റെ ലൈഫ് എങ്ങനെ ജീവിക്കും എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കും. നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി, നിങ്ങളുടെ കർത്തവ്യം, അതൊക്കെ എനിക്ക് നല്ല രീതിയിൽ ചെയ്യണം, ഇങ്ങനെ ഓരോ കാര്യങ്ങളും ആലോചിച്ച് നിന്നിട്ട് കാര്യമില്ല എന്നുള്ള തോന്നൽ വരും. അപ്പോൾ ഇതാണ് ജീവിതം ജീവിക്കേണ്ട രീതി എന്ന് പറയുന്നത്. കാരണം ലൈഫിൽ 10 പ്രോബ്ലംസ് ചിലപ്പോൾ നമ്മൾക്ക് ഉണ്ടായിരിക്കും, പക്ഷേ അതിനെ 10നെ എടുത്ത് നമ്മൾ തലയിൽ വെച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഓരോന്നും ഓരോ സമയമാകുമ്പോൾ നേരെയാകും, അതിൻ്റെ വഴിക്ക് വിടുക. എന്നിട്ട് ജീവിതമാകുന്ന ആ ഒരു ഒഴുക്ക് എങ്ങോട്ടാണോ നമ്മളെ കൊണ്ടുപോകുന്ന ആ വഴി അങ്ങ് പോവുക. അല്ലാതെ നമ്മളിങ്ങനെ അതിനെയും തലയിൽ വെച്ചുകൊണ്ടൊന്നും അതിനിരിക്കാനല്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ ഒരു മനോസ്ഥിതിയാണ് നല്ലത്. കാരണം എന്ത് മോശം സാഹചര്യമായാലും ഞാനതിനെ തലയിലെടുത്ത് വയ്ക്കത്തില്ല, ലെറ്റ് ഗോ ചെയ്യും.
നമ്മുടെ ഓരോ പ്രോബ്ലംസും നമ്മുടെ മേലെ എഫക്റ്റ് ചെയ്യണമെന്ന് ചിന്തിക്കുന്നത് നമ്മളാണ്. നമ്മൾ ആഗ്രഹിച്ചാൽ മാത്രമേ ആ പ്രോബ്ലംസ് നമ്മുടെ മേൽ എഫക്റ്റ് ചെയ്യത്തുള്ളൂ. നമ്മൾ ആഗ്രഹിച്ചില്ലെങ്കിൽ അത് ഒരിക്കലും നമ്മുടെ മേൽ എഫക്റ്റ് ചെയ്യത്തില്ല. ഇപ്പോൾ നിങ്ങൾ വളരെ നല്ല ഒരു പവറിലാണ് ഇപ്പോൾ ഉള്ളത്. നിങ്ങൾക്ക് തന്നെ സ്വയം ഫീൽ ആവുകയാണത്. ഉള്ളിൻ്റെ ഉള്ളിൽ അത്രമാത്രം കോൺഫിഡൻസ് നിങ്ങൾക്കുള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ആത്മവിശ്വാസത്തിൽ നല്ല ഒരു മാറ്റം നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഒരു ഹീലറിനെ പോലെ യൂണിവേഴ്സിൻ്റെ ആ ഒരു എനർജി നിങ്ങളുടെ കൂടെ ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങൾ മുന്നോട്ട് പോകും, ഞാൻ നിൻ്റെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ള രീതിയിൽ ഒരു ശക്തി നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് സ്വയം നിങ്ങളുടെ മേലും നിങ്ങളുടെ ലൈഫിൻ്റെ മേലും ഭയങ്കരമായിട്ടൊരു കോൺഫിഡൻസ് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നമ്മൾ നമ്മുടെ ലൈഫ് നമ്മുടെ സ്വന്തം ഇഷ്ടത്തിനാണ് ജീവിക്കേണ്ടത്. അതാണ് നമ്മുടെ ആ ഒരു കർമ്മം എന്ന് പറയുന്നത്. അല്ലാതെ മറ്റൊരാളുടെ ഇഷ്ടത്തിനല്ല നമ്മുടെ ലൈഫ് നമ്മൾ ജീവിക്കേണ്ടത്. നിങ്ങളുടെ മേൽ എന്തെങ്കിലും കർത്തവ്യം വരുന്നുണ്ടെങ്കിൽ ആ ഒരു കർത്തവ്യത്തിനെ നിങ്ങൾ ഒരിക്കലും മാറ്റി വയ്ക്കരുത്. കർത്തവ്യം ചെയ്തുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മുന്നോട്ട് പോവുക. പിന്നെ എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ നല്ലതിന് വേണ്ടിയായിരിക്കും സംഭവിക്കുന്നത് എന്ന് മാത്രം ചിന്തിക്കുക. ഇവിടെ ഫുൾ മൂണിൻ്റെ അടുത്തോ ശേഷമോ ദൈവത്തിൻ്റെ ആ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അത് ചിലപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും ഒരു പ്രാർത്ഥന ദൈവം കേൾക്കുന്നതായിരിക്കാം. നിങ്ങൾ ശരിയായ വഴിയിൽ കൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. തെറ്റായ വഴി നിങ്ങൾ ഒരിക്കലും ചൂസ് ചെയ്തിട്ടില്ല. ചില സമയം നിങ്ങളുടെ ലൈഫിൽ മോശം സാഹചര്യം വരുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും നിങ്ങൾ ചൂസ് ചെയ്ത വഴി തെറ്റാണോ എന്ന്. അങ്ങനെ ഒരിക്കലുമല്ല, നിങ്ങൾ ചൂസ് ചെയ്ത വഴി ശരിയാണ്. നമ്പർ 1, നമ്പർ 3, നമ്പർ 7 ഈ നമ്പറൊക്കെ നിങ്ങൾക്ക് സപ്പോർട്ട്, യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് കൂടെ ഉണ്ട് എന്ന് കാണിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾ ഈ ഒരു സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ആ ഒരു സ്ഥലത്ത് നിങ്ങളുടെ ആ ഒരു ജീവിതം തന്നെ മാറുന്ന രീതിയിലുള്ള ആ ഒരു സ്ഥലത്താണ് നിങ്ങൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഫുൾ മൂണിൻ്റെ ആ സമയത്ത് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ളൊരു സപ്പോർട്ട് ലഭിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ സഡനായിട്ട് നിങ്ങളുടെ എന്തെങ്കിലും ഒരു പ്രാർത്ഥന പൂർണ്ണമാകുന്നതായിട്ട്, അല്ലെങ്കിൽ സഡനായിട്ട് നിങ്ങളുടെ ലൈഫിൽ എന്തോ നല്ലത് സംഭവിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം പൂർണ്ണമാകുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും, ഈശ്വരൻ എൻ്റെ പ്രാർത്ഥന കേട്ടു, ഇത് പൂർത്തിയാക്കി തന്നത് എൻ്റെ ദൈവമാണ് എന്ന് നിങ്ങൾക്ക് തോന്നും. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്തോ ആരോ നിങ്ങളെ ചതിച്ചു എന്നുള്ള ഫീലാണ് ഉള്ളത്. ഇല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പൂർണ്ണമായിട്ടും നിരാശരായി പോയി എന്നുള്ള തോന്നലാണുള്ളത്. ഇവിടെ മുഖത്ത് പുറമേ നിങ്ങൾ നല്ല സന്തോഷമായിട്ടിരിക്കുന്നതായിട്ടാണ് പ്രകടിപ്പിക്കുന്നത്. പക്ഷെ ഉള്ളിൽ ഇങ്ങനൊരു തോന്നലാണ് നിങ്ങൾ കൊണ്ട് നടക്കുന്നത്. നിങ്ങളുടെ ഈ ഒരു വിഷമം ഈശ്വരന് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. വേറെ ആർക്കും അത് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. ഇവിടെ പാസ്റ്റിൽ നിങ്ങളുടെ ആ ഹൃദയം ആരെങ്കിലും തകർത്തിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ ചതിച്ചിട്ടുണ്ടെങ്കിൽ, ആ ഒരു കാര്യം റിലേറ്റഡായിട്ട് ഒരു ന്യായം ഈ ഒരു ഫുൾ മൂണിന് അടുത്തോ അല്ലെങ്കിൽ ശേഷമോ നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളുടെ ആ ഒരു എനർജി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് സ്വന്തമാക്കാൻ പറ്റിയത്, ഈ ഒരു ജീവിതത്തിൽ എന്താണ് നിങ്ങൾക്ക് നഷ്ടമാക്കേണ്ടി വന്നത്, അതെല്ലാം നിങ്ങളിങ്ങനെ ചിന്തിക്കുകയാണ്. ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും നിങ്ങൾക്ക് കിട്ടിയ ഒരു ചതി, ആ ഒരു ചതിയിൽ നിങ്ങൾക്ക് ഹീലാവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. അത്രമാത്രം നിങ്ങളുടെ ഹൃദയത്തെ വേദനിപ്പിച്ചതാണ് അത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷെ നിങ്ങൾ ആ ഒരു പെയിനിൽ നിന്ന് പുറത്തു വരുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ എന്തായിക്കൊള്ളട്ടെ, അത് ഈ ഒരു ദൈവത്തിൻ്റെ ആ ഒരു കൃപ കൊണ്ട് നിങ്ങൾക്ക് ന്യായം ഉറപ്പായിട്ടും ലഭിക്കുന്നതാണ്. ഇവിടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പാസ്റ്റ് മറന്നു കളയുക. എന്തിനാ പാസ്റ്റിൽ ആ ഒരു എനർജിയും വെച്ചുകൊണ്ട് ഇങ്ങനെ വിഷമിക്കുന്നത്? അതങ്ങ് ലെറ്റ് ഗോ ചെയ്യാം. ഇവിടെ എപ്പോഴും നിങ്ങളൊരു ദുഃഖത്തിൽ ഇങ്ങനെ സ്റ്റക്കായിട്ടിരിക്കുകയാണ്. അതിൽ നിന്നൊരു ഹീലിംഗ് നിങ്ങൾക്ക് ഇതുവരെയും ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളത് മറന്നു കളയുക. ഏത് വ്യക്തിയാണോ നിങ്ങളെ ചതിച്ചത് അവരുടെ യഥാർത്ഥ മുഖം ഉറപ്പായിട്ടും പുറത്ത് വരിക തന്നെ ചെയ്യും. കാരണം ആ വ്യക്തി നിങ്ങൾക്കെതിരെ വളരെ മോശമായിട്ടുള്ള പ്ലാനിങ് ആണ് ചെയ്തത്. അതുകൊണ്ടാണ് അവരുടെ മുഖംമൂടി ഈ ഫുൾ മൂണിനടുത്തോ അല്ലെങ്കിൽ ശേഷമോ നിങ്ങളുടെ മുന്നിൽ വരാൻ പോകുന്നത്. ഇവിടെ നിങ്ങളുടെ ഹൃദയവും പറയുന്നുണ്ട് നിങ്ങളുടെ മേൽ ന്യായം ഉണ്ടാവാൻ പോവുകയാണ് എന്ന്. ഫുൾ മൂണിന് അടുത്ത് നിങ്ങൾക്ക് 777 ആ എനർജി കൂടുതലായിട്ട് കാണാൻ സാധിക്കും. 7 എനർജി മണിയുടെ കാര്യമാണ് പറയുന്നത്. മണി മാഗ്നറ്റായി മാറും നിങ്ങൾ എന്നാണ്. ഇതുകൂടാതെ 777 എനർജി നിങ്ങളുടെ കൂടെ നടക്കുന്ന ന്യായത്തിനെ കുറിച്ചും പറയുന്നുണ്ട്. ഇനി നിങ്ങളെ ദുഃഖിപ്പിച്ചവർക്ക് മാപ്പൊരിക്കലും ഈശ്വരൻ കൊടുക്കത്തില്ല. ചിലപ്പോൾ ആർക്കെങ്കിലും കർമ്മ റിട്ടേൺ ആകുന്നതായിരിക്കാം. നിങ്ങളുടെ ഹൃദയം അപ്പോൾ സന്തോഷം കൊണ്ട് നിറയും. നിങ്ങളുടെ എന്തോ ഒരു ആഗ്രഹം പൂർത്തിയാക്കാൻ വേണ്ടി യൂണിവേഴ്സ് പ്ലാനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി നിങ്ങൾ പേഷ്യൻസായിട്ട് കാത്തിരിക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത്.
ചിലപ്പോൾ നിങ്ങൾ ടാരോ റീഡിംഗ് ചെയ്തപ്പോഴോ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഗ്രഹനില ആരോടെങ്കിലും കാണിച്ചപ്പോഴോ അവർ കാണും നിങ്ങളുടെ സമയം നല്ലതാവാൻ പോവുകയാണ്. അതുകൊണ്ട് കുറച്ച് സമയം നിങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്യൂ. ഇനി വരാൻ പോകുന്ന സമയം നിങ്ങൾക്ക് നല്ലതാണ് എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. അതേപോലെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുകയാണ് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യാൻ. അതായത് ഒരു വ്യക്തിക്ക് അവരുടെ സന്തോഷം വളരെ താമസിച്ചായിരിക്കും ലഭിക്കുന്നത്. ആ താമസിച്ച് ലഭിക്കുന്ന സന്തോഷം ഒരു ജാക്ക്പോട്ടായിട്ടായിരിക്കും അവർക്ക് ലഭിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് എന്തോ ഒരു ആഗ്രഹമുണ്ട്. ആ ഒരു ആഗ്രഹം തന്നെയാണ് നിങ്ങളുടെ ലൈഫിൽ ബാലൻസ് കൊണ്ടുവരുന്നത്. നിങ്ങളുടെ ആ ഒരു കാത്തിരിപ്പ് അവസാനിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ആ ഒരു വിഷ് പൂർണ്ണമാകാൻ പോവുകയാണ്. എന്തോ ഒരു കാര്യത്തിൽ നിങ്ങൾ അത്ഭുതപ്പെടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. എന്തോ ഒരു സ്ഥിതിയിൽ നിന്ന് നിങ്ങൾ പുറത്ത് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇത് നിങ്ങളുടെ ലൈഫിലൊരു പുതിയ തുടക്കം ഉണ്ടാവുന്നതിനെ കുറിച്ചാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ചെറിയൊരു ട്രാൻസ്ഫർമേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഒരു ട്രാൻസ്ഫർമേഷൻ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ആ ഒരു പ്രശ്നങ്ങളെയെല്ലാം ദൂരെ മാറ്റുന്ന ട്രാൻസ്ഫർമേഷനാണ്. ഒരു പുഴു എങ്ങനെയാണ് ഒരു ചിത്രശലഭമായി മാറുന്നത്, ആ ഒരു ട്രാൻസ്ഫർമേഷൻ നിങ്ങൾ കണ്ണാലെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ഒരു ശക്തി ആർജിച്ച ഒരു ചിത്രശലഭമായി നിങ്ങൾ മാറിയിട്ടുണ്ട്. ഇവിടെ സ്വയം നിങ്ങളിൽ തന്നെ വളരെ പവർഫുള്ളായിട്ട് നിങ്ങൾ ഫീലാക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങൾക്ക് എന്തും ചെയ്യാനുള്ള പവറുണ്ട് എന്നുള്ള തോന്നൽ നിങ്ങൾക്കുള്ളിൽ വരും. നിങ്ങളുടെ ഹൃദയം വളരെ സന്തോഷമാകും. ഞാൻ ഏത് രീതിയിലാണോ പോകാൻ ആഗ്രഹിച്ചത് ആ രീതിയിലുള്ള ഡയറക്ഷൻ എനിക്ക് ലഭിക്കുന്നുണ്ട് എന്ന് ആലോചിച്ച്. ഇനി ഒരു കാര്യത്തിലും നിങ്ങൾ കോംപ്രമൈസ് ചെയ്യത്തില്ല. മുന്നേ നിങ്ങൾ എങ്ങനെയെന്ന് വെച്ചാൽ എല്ലാ കാര്യത്തിനും കോംപ്രമൈസ് ചെയ്യുമായിരുന്നു. പക്ഷേ ഇനി അങ്ങനെ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യത്തില്ല. ഇപ്പോൾ നിങ്ങൾക്ക് സ്വയം നിങ്ങളുടെ വാല്യൂ എങ്ങനെ കൂട്ടണമെന്ന് അറിയാം. ഇനി നിങ്ങളുടെ ആ ഒരു തലയിലെ ആ ഒരു തലക്കനം, അതായത് എപ്പോഴും തലവേദന, തലയിലൊരു കനം പോലെ തോന്നുക, അതൊക്കെ മാറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഹെൽത്തിൻ്റെ ആ ഒരു ഇഷ്യൂ നോക്കുകയാണെങ്കിൽ ഒരു സമയം ഒന്നിലും ഒരു സമാധാനം കിട്ടത്തില്ല, ഒരു സമയം വേറൊന്നിലും സമാധാനം കിട്ടത്തില്ല. എന്തെങ്കിലും ഒരു ഹെൽത്ത് ഇഷ്യൂ നിങ്ങളെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. ഇനി അങ്ങനെ ഒരു സംഭവം ഉണ്ടാവത്തില്ല. ഇനി നിങ്ങൾക്ക് കോൺഫിഡൻസ്, ഏകാഗ്രത ഉണ്ടാകും. തലയിൽ ആ ഒരു ഭാരം മാറും. നിങ്ങളുടെ ഹെൽത്തിൽ ഒരു ബാലൻസ് ഉണ്ടാവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങളിൽ നിന്ന് എന്തോ ഒരു ആരോപണം പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ആ ഒരു ആരോപണം കാരണം നിങ്ങൾ ഭയങ്കരമായിട്ട് ദുഃഖം അനുഭവിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ഏതോ ഒരു വ്യക്തിയുടെ ആ ഒരു വാക്ക് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് വേദന തരുന്നുണ്ട്. കാരണം അങ്ങനെയുള്ള ആ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അവരുടെ ആ ഒരു വായിൽ നിന്ന് വരുന്ന വാക്ക് നിങ്ങൾക്ക് അത്രമാത്രം വിഷമം തന്നു. ഇവിടെ പാസ്റ്റിൽ ഏത് വ്യക്തിയാണോ നിങ്ങളുടെ ഹൃദയം വേദനിപ്പിച്ചത് അവരിപ്പോൾ പശ്ചാത്തപിക്കും, നിങ്ങളോട് ഇങ്ങനെ ചെയ്തല്ലോ എന്ന് ആലോചിച്ച്. ഇവിടെ ആരായാലും നിങ്ങളോട് വേദനിപ്പിച്ച അവർ വന്ന് നിങ്ങളോട് മാപ്പ് പറയുന്നുണ്ട്. അതായത് അന്നത്തെ സമയം എൻ്റെ ആ ഒരു മോശ ചിന്ത കാരണം ഞാൻ നിങ്ങളോട് അങ്ങനെ പെരുമാറി, ക്ഷമിക്കുക എന്നോട് എന്ന് പറഞ്ഞ് നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു വരാൻ പോകുന്ന സമയം. കാരണം നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കോംപ്രമൈസ് ചെയ്യാൻ ഒട്ടും തന്നെ ആഗ്രഹിക്കുന്നില്ല. കാരണം നിങ്ങൾ ഒത്തിരി പ്രാവശ്യം ഇങ്ങനെ ഉള്ളവർക്ക് അവസരം കൊടുത്തിട്ടുണ്ട്. അവർ നിങ്ങളുടെ അവസരം യൂസ് ചെയ്യുന്നതല്ലാതെ നിങ്ങളോട് നല്ല രീതിയിൽ പെരുമാറുന്നില്ല. പിന്നെ എന്തിനും നിങ്ങൾ ആവശ്യമില്ലാതെ അവർക്ക് അവസരം കൊടുക്കണം. നിങ്ങൾ ഇനി അവർക്ക് അവസരം കൊടുക്കരുത്. കുറച്ചൊക്കെ നമ്മളൊന്ന് നിയന്ത്രണം വയ്ക്കണം നമ്മുടെ ലൈഫ് റിലേറ്റഡായിട്ട്. ഇവിടെ ചില കാര്യങ്ങളിൽ നിങ്ങൾ എടുക്കുന്ന തീരുമാനം വളരെ നല്ലതാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഫുൾ മൂണിൻ്റെ അടുത്ത് നിങ്ങൾ എന്തോ ഒരു കാര്യത്തിൻ്റെ തയ്യാറെടുപ്പ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. എന്തെങ്കിലും പുതിയ കാര്യം സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്നതായിട്ട്, എന്തെങ്കിലും ബിസിനസ്സോ അല്ലെങ്കിൽ എന്തോ ഒരു ഐഡിയ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങൾ എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിന് വേണ്ടി സ്റ്റെപ്പ് എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ എന്തായാലും നിങ്ങളുടെ മനസ്സ് സന്തോഷമായിട്ടിരിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. കാരണം നിങ്ങളുടെ എന്തോ ഒരു ആഗ്രഹം പൂർണ്ണമാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ എന്താണോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അത് പൂർണ്ണമാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഉറപ്പായിട്ട് മാനിഫെസ്റ്റേഷൻ ചെയ്യുക, നല്ല നല്ല അഫർമേഷൻസ് പറയുക. അതായത് അർജുൻ ആ ഒരു ഫിഷിൻ്റെ കണ്ണിൽ അമ്പെയ്യും പോലെ നിങ്ങളുടെ ആ ഒരു ടാർഗറ്റ് നല്ല രീതിയിലാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഫുൾ മൂണിൻ്റെ എനർജി വളരെ നല്ലതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക്. അതായത് നിങ്ങളുടെ ടാർഗറ്റ് എന്താണോ അതിൽ വിജയം കൈവരിക്കാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കും. അത്രമാത്രം ഫോക്കസ് നിങ്ങൾക്ക് നിങ്ങളുടെ ടാർഗറ്റിൽ ഉണ്ടാകും.
ഇവിടെ നിങ്ങൾ പ്രയോറിറ്റിയിൽ വയ്ക്കേണ്ടത് എന്താണ് എന്ന് വച്ചാൽ നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഹെൽത്ത് പ്രോബ്ലം ആണെങ്കിൽ ഹെൽത്തിന് പ്രയോറിറ്റി കൊടുക്കുക. അല്ല, നിങ്ങളുടെ ടാർഗറ്റിൽ നിന്ന് നിങ്ങൾ വ്യതിചലിക്കുകയാണെങ്കിൽ അതിന് പ്രയോറിറ്റി കൊടുക്കുക. നിങ്ങളാണ് എടുക്കേണ്ടത് നിങ്ങൾക്ക് എന്തിലാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്ന്. കാരണം മിക്കവാറും ആൾക്കാർക്കും ഹെൽത്ത് ഇഷ്യൂ ഉണ്ട്. അപ്പോൾ നിങ്ങൾ നല്ല ആരോഗ്യമായിട്ടിരിക്കണം, എപ്പോഴും ഒരു ഹെൽത്ത് ഇഷ്യൂവും വരാൻ പാടില്ല എനിക്ക്, അങ്ങനെ ഉള്ള കാര്യങ്ങൾ അഫർമേഷൻസ് ആയിട്ട് പറയുക. അപ്പോൾ ഈ ഒരു ഫുൾ മൂൺ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ എന്ത് അഫർമേഷൻസ് പറയുന്നുണ്ടെങ്കിലും അത് നിങ്ങൾക്ക് ഫലിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം ഈ ഒരു സമയം നിങ്ങളുടെ ഫേവറായിട്ടാണ് ഉള്ളത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് മാനിഫെസ്റ്റേഷൻ ചെയ്താലും അത് നടക്കും. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറഞ്ഞത്. അപ്പോൾ ഈ ഒരു സമയത്തിന് നിങ്ങൾ വാല്യൂ കൊടുക്കുക, നല്ല രീതിയിൽ സമയം വിനിയോഗിക്കുക. ഇവിടെ നിങ്ങൾ ചില കാര്യങ്ങൾ എഴുതി വയ്ക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. നിങ്ങളുടെ ലൈഫിൽ നടന്ന സംഭവങ്ങളായിരിക്കാം നിങ്ങൾ എഴുതി വയ്ക്കുന്നത്. ചില കാര്യങ്ങൾ നിങ്ങളുടെ പാസ്റ്റിലുള്ള സന്തോഷമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, അതും നിങ്ങൾ എഴുതി വയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒറ്റയ്ക്കിരുന്ന് നിങ്ങളെക്കുറിച്ച് നല്ലത് ചിന്തിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. എന്തെങ്കിലും ജോലി ചെയ്യുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ എന്തോ നല്ല കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ ബുദ്ധി ഷാർപ്പാവും, നല്ല പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ പെരുമാറ്റത്തിൽ ഉണ്ടാകും. അപ്പോൾ വളരെ നല്ല ഒരു പരിവർത്തനമാണ് ഈ ഒരു ഫുൾ മൂൺ റിലേറ്റഡ് ആയിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്ന റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.